നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അനലോഗ് പൾസ് മോഡുലേഷൻ ആണ്. അനലോഗ് പൾസ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ അനലോഗ് സിഗ്നലാണ്. നമ്മൾ അതിനെ ഏതിലേക്കാണ് മോഡുലേറ്റ് ചെയ്യുന്നത്? ഒരു ട്രെയിൻ ഓഫ് പൾസസിലേക്ക് മോഡുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ അനലോഗ് സിഗ്നൽ, കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് പൾസ് ട്രെയിൻ ആണ്. നമുക്കറിയാം, നമ്മളെപ്പോഴും മോഡുലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കാരിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാറ്റുക, അല്ലേ? ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദി ഇൻഫർമേഷൻ സിഗ്നൽ. ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് വാല്യൂവിനനുസരിച്ച് കാരിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റും. ഇവിടെ നമ്മുടെ കാരിയർ പൾസാണ്. അപ്പം നമുക്ക് മാറ്റാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പൾസിൻ്റെ പൊസിഷൻ, ആംപ്ലിറ്റ്യൂഡ്, വിഡ്ത്ത് അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ അപ്പോൾ നമ്മൾ സം ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ആംപ്ലിറ്റ്യൂഡ്, പൊസിഷൻ, വിഡ്ത്ത് of the pulse is varied in accordance with the instantaneous amplitude of the analog information signal. Okay, അപ്പോൾ based on the characteristics നമുക്ക് അനലോഗ് പൾസ് മോഡുലേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതായത് പൾസസിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ വേരി ചെയ്യുന്നു. ഏതിനനുസരിച്ച്? ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ ഇതിനനുസരിച്ച്. രണ്ടാമത്തത് പൾസ് ടൈം മോഡുലേഷനാണ്. പൾസ് ടൈം മോഡുലേഷൻ, പൾസിൻ്റെ സമയം മോഡുലേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, പൾസിൻ്റെ സമയം മോഡുലേറ്റ് ചെയ്യും, പൾസിൻ്റെ പൊസിഷൻ മാറ്റിയാൽ മതി. അതായത് 1 സെക്കൻഡ് ടൈമിൽ വരേണ്ട പൾസ് 5 സെക്കൻഡ് ടൈമിലാണ് വരണമെങ്കിൽ ആ പൾസിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ പൾസിൻ്റെ പൊസിഷൻ മാറ്റിക്കൊണ്ട് നമുക്ക് പൾസ് ടൈം മോഡുലേഷൻ ചെയ്യാം. അല്ലെങ്കിലോ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, 2 സെക്കൻഡ് പൾസസ് ആയിരുന്നത് ഞാൻ 3 സെക്കൻഡ് പൾസസും 1 സെക്കൻഡ് പൾസസും ഒക്കെ ആയിട്ടാണ് മാറ്റുന്നതെങ്കിൽ അപ്പോഴും അടുത്ത പൾസിൻ്റെ സമയം മാറുകയാണ്. ആദ്യത്തെ പൾസ് 3 സെക്കൻഡിന്, പിന്നെ അടുത്ത പൾസ് 1 സെക്കൻഡ് ഡ്യൂറേഷനാണ് വരണതെങ്കിൽ എഗെയിൻ പൾസ് വരുന്ന സമയങ്ങൾ മാറുകയാണ്. ഓക്കെ, നാച്ചുറലി 2 സെക്കൻഡ് ഡ്യൂറേഷനിൽ വരുന്ന സാധനം മാറിപ്പോകും. അപ്പോൾ പൾസ് ടൈം മോഡുലേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, പൾസ് പൊസിഷൻ മോഡുലേഷനായിട്ടും, രണ്ട്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. പൾസ് വിഡ്ത്ത് മോഡുലേഷന് വേറൊരു പേരാണ് പൾസ് ഡ്യൂറേഷൻ മോഡുലേഷൻ. സോ ബേസിക്കലി നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് അനലോഗ് പൾസ് മോഡുലേഷനാണുള്ളത്. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസിൻ്റെ പൊസിഷൻ മോഡുലേഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഓക്കെ, സോ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പൾസ് ഈസ് വേരിയഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദി ഇൻഫർമേഷൻ സിഗ്നൽ. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ദി വിഡ്ത്ത് ഓർ ഡ്യൂറേഷൻ ഓഫ് ദി പൾസ് ഈസ് വേരിയഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് ദി ഇൻഫർമേഷൻ സിഗ്നൽ. പൾസ് പൊസിഷൻ മോഡുലേഷൻ, ദി position of the pulse of the carrier pulse train is varied in accordance with the instantaneous value of the information signal. Okay, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമുക്കൊരു ഡയഗ്രാം ഉണ്ട്. ഓക്കെ, ആ ഡയഗ്രാം വെച്ച് നമുക്ക് അതിന് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെഫിനേഷനും ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റു കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് മച്ച് ഇമ്പോർട്ടൻറ്റ്, ബട്ട് സ്റ്റിൽ വി വിൽ സ്റ്റഡി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ. നമ്മുടെ ആദ്യത്തെ സിഗ്നൽ ഫിഗർ എയിൽ കാണിക്കുന്ന ഇൻഫർമേഷൻ സിഗ്നൽ. ആ ഇൻഫർമേഷൻ സിഗ്നലിനെ നമ്മൾ ഓരോ ടൈം ഇൻ്റർവെല്ലിൽ സാമ്പിൾ ചെയ്തിരിക്കുന്നു. ആ ടൈം ഗ്യാപ്പാണ് TG എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ടൈം ഗ്യാപ്പിലും, ഓരോ ഡിസ്ക്രീറ്റ് ടൈമിലും ഈ അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പൾസ് ട്രെയിനിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പക്ഷേ അതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നതും അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നതിലും നമ്മൾ യാതൊരു ചേഞ്ചും വരുത്തുന്നില്ല. ആകെ മാറ്റുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇതാണ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പൾസിൻ്റെ വിഡ്ത്ത്, അതായത് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച്, അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് പൾസിൻ്റെ വിഡ്ത്തും കൂടി വരുന്നു. കുറയുന്നതിനനുസരിച്ച് പൾസിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു വരുന്നു. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കാണാം ഫിഗർ സിയിൽ പൾസിൻ്റെ വിഡ്ത്ത് കൂടി വന്നു. അത് സിഗ്നൽ മിനിമത്തിലെത്തിയപ്പോൾ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മിനിമത്തിലെത്തിയപ്പോൾ
പൾസിന് ഏറ്റവും ചെറിയ വിഡ്ത്തായി. ഓക്കെ, ഫിഗർ സി പൾസ് വിഡ്ത്ത് സിഗ്നലിൻ്റെ ഏറ്റവും ലാസ്റ്റോടെ പൾസിൻ്റെ വിഡ്ത്ത് നോക്കൂ, ഏറ്റവും മാക്സിമം വന്ന മൂന്നാമത്തെ ടൈം ഡ്യൂറേഷനിലുള്ള വിഡ്ത്ത് നോക്കൂ. സോ ഇതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. പൾസ് പൊസിഷൻ മോഡുലേഷൻ എന്ന് പറയുന്നത് പൾസിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റാണ്. പൾസിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റാണ്. ഇപ്പോൾ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് പൾസ് റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫിഗർ ഡി നോക്കിയാൽ നിങ്ങൾക്കറിയാം, പൾസിൻ്റെ വിഡ്ത്ത് ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് പൾസിൻ്റെ വിഡ്ത്ത് സെയിം ആയിട്ട് വെച്ചു, പൊസിഷൻ റൈറ്റിലേക്ക് നീങ്ങി വന്നു. മൂന്നാമത്തെ ടൈം ഇൻ്റർവെൽ, അതായത് പീക്കിലെത്തിയ അനലോഗ് സിഗ്നൽ പീക്കിലെത്തുന്ന പോയിന്റിൽ, മൂന്നാമത്തെ ടൈം ഇൻ്റർവെൽ പോയിന്റിൽ പൾസ് കംപ്ലീറ്റ്ലി റൈറ്റ് സൈഡിലേക്കായി. ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല, സെൻറ്റർ ടൈം ഇൻ്റർവെലാണ് സെൻറ്ററായിട്ട് എടുത്തത്, കംപ്ലീറ്റ്ലി റൈറ്റ് സൈഡിലേക്കായി. പിന്നീടോ പിന്നെന്താ ചെയ്യുന്നത്? ആംപ്ലിറ്റ്യൂഡ് കുറയുകയാണ്. ആംപ്ലിറ്റ്യൂഡ് കുറയുമ്പോൾ എന്ത് പറ്റുന്നു? പൾസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. കുറച്ചായിട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും ലാസ്റ്റ് ടൈം ഇൻ്റർവെൽ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും മിനിമം ആയപ്പോൾ മാക്സിമം ലെഫ്റ്റിലേക്ക് പൾസ് മൂവ് ചെയ്തു. ഓക്കെ, സോ ഇത് പൾസിൻ്റെ പൊസിഷൻ മാറുന്നു. അവിടെ എന്തൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കണേ? ആംപ്ലിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആണ്, വിഡ്ത്തും കോൺസ്റ്റൻ്റ് ആണ്, പൊസിഷൻ മാത്രം മാറുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി നമ്മൾ ഈ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, വിഡ്ത്ത് മോഡുലേഷൻ, പൊസിഷൻ മോഡുലേഷൻ ഒരു കമ്പാരിസൺ നോക്കാണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ കമ്പാരിസൺ ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ മൂന്നിൻ്റെയും ഡെഫിനിഷൻ വേണം, അതിൻ്റെ ഫിഗർ വേണം, റൈറ്റ്? ഇനി പിന്നെ വേണ്ടത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ആണ്. മൂന്നിനും ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് ഈസ് വെരി ഹൈ. പിന്നെ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. വെയിറ്റ് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നോക്കിയാലാണ് നമുക്ക് കമ്പാരിസൺ സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നോക്കാം നമുക്ക് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എങ്ങനെ ഉണ്ടാക്കാം. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മോഡുലേഷനും ഡിമോഡുലേഷനും എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യാനായിട്ട് എന്താ വേണ്ടത്? പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓരോ ടൈം ഇൻസ്റ്റൻറ്റിലും മാറണം, അല്ലേ? അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടാണ്. ഹോൾഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്ത് ഇതിന് കുറച്ചൊരു എനർജി പിടിച്ചു വയ്ക്കാം, അല്ലേ? അപ്പോൾ ഹോൾഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് അതാണ്. സാമ്പിൾ സർക്യൂട്ട്സ് നമ്മൾ സാമ്പിൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫെറ്റാണ്, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സ്വിച്ചസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ടൈമിലും നമ്മളതിന് സാമ്പിൾ ചെയ്യുന്നത്. അതായത് ഒരു ടൈം വന്നു, T0 എന്നൊരു ടൈമിൽ നമ്മൾ ഈ സ്വിച്ച് ഓൺ ആകുന്നു, ആ സമയത്തുള്ള സിഗ്നലിനെ എടുക്കുന്നു. അടുത്ത T1 എന്ന ടൈമിൽ നമുക്ക് പൾസ് വേണ്ട, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്തു, അപ്പോൾ ഒരു സിഗ്നലും വരുന്നില്ല. അടുത്തത് T2 ടൈമിൽ അഗെയിൻ നമുക്ക് ഓൺ പൊസിഷനിലേക്ക് സ്വിച്ച് വരുന്നു, നമ്മൾ ആ സമയത്തുള്ള അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്തെടുക്കുന്നു, അത് ഇൻപുട്ടായിട്ട് എടുക്കുന്നു. അപ്പോൾ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. അതിനെ ഡീമോഡുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ പൾസ് കഴിയുമ്പോഴും അതിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക, അതായത് ആ എനർജിയിൽ തന്നെ കീപ്പ് ചെയ്യുക. അടുത്ത പൾസ് വരുമ്പോൾ വീണ്ടും റിലീസ് ചെയ്യുക, അത് റിസീവ് ചെയ്യുക, വീണ്ടും ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഹോൾഡിംഗ് സർക്യൂട്ടും മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലിനെ കിട്ടും. പിന്നെ അതിൻ്റെ ഫിൽട്ടർ ചെയ്യണം, ഹൈ ബാൻഡ് സാധനങ്ങളൊക്കെ മാറ്റാനായിട്ട് ഒരു ലോ പാസ് ഫിൽറ്റർ. സോ മോഡുലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്സ് ആണ്. സാമ്പിളിംഗ് ഡൺ ബൈ യൂസിങ് ഫെറ്റ് സ്വിച്ചസ്, ഹോൾഡിംഗ് യൂസിങ് കപ്പാസിറ്റേഴ്സ്. ഡീമോഡുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തിരിച്ച് അനലോഗ് സിഗ്നൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോൾഡിംഗ് സർക്യൂട്ട്സ് ആൻഡ് ലോ പാസ് ഫിൽറ്റേഴ്സ് ആണ്. ദെൻ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പൾസിൻ്റെ ഡ്യൂറേഷൻ സാമ്പിളിംഗ് പീരീഡിനേക്കാളും ഒത്തിരി കുറവായിരിക്കണം, എന്നാലാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പൾസിൻ്റെ ഡ്യൂറേഷൻ സാമ്പിളിംഗ് ടൈം ഇൻ്റർവെലിനേക്കാളും എന്ത് ചെയ്യണം? ഒത്തിരി കുറവായിട്ടിരിക്കണം, എന്നാലും നമുക്ക് റീകൺസ്ട്രക്ഷൻ മാക്സിമം പോസിബിൾ ആവുള്ളൂ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് വളരെ ഹൈ ആണ്. രണ്ട്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. നമുക്കറിയാം നമ്മുടെ സിഗ്നൽ കണ്ടൻറ്റ് എപ്പോഴും ആംപ്ലിറ്റ്യൂഡിലായിരിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നടക്കുമ്പോൾ നോയ്സും കൂടി കയറി വരാനുള്ള നോയ്സ് ഫിൽറ്ററിങ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പൾസ് ടൈം മോഡുലേഷനിൽ വരുന്നത് പൊസിഷൻ. ആദ്യം നമുക്ക് പൊസിഷൻ മോഡുലേഷൻ നടക്കാം. പൾസ് പൊസിഷൻ മോഡുലേഷൻ ആയിക്കോട്ടെ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആയിക്കോട്ടെ,
ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുകയാണ്. നമ്മൾ എന്നിട്ട് മോഡുലേറ്റ് ചെയ്യുമ്പോൾ ഡാറ്റേനെ എന്തിലേക്കാണ് മോഡുലേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ടൈം വിഡ്ത്തിലേക്കോ പൊസിഷനിലേക്കുമാണ് നമ്മളതിൻ്റെ മോഡുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കണ്ടൻറ്റിൽ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഇൻഫർമേഷൻ ഇല്ലാത്ത കൊണ്ട് നോയ്സ് ഇമ്മ്യൂണിറ്റി, നോയ്സിനെ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. നോയ്സ് ഇമ്മ്യൂണിറ്റി വളരെ ഹൈ ആയിരിക്കും. ഇനി പൾസിൻ്റെ വിഡ്ത്ത് മോഡുലേഷൻ ചെയ്യുമ്പോൾ ആ പൾസിൻ്റെ വിഡ്ത്ത് എങ്ങനെ മെഷർ ചെയ്യുന്നു എന്നതിനനുസരിച്ച് 3 രീതിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലീഡിങ് എഡ്ജിൽ നിന്നുള്ള വിഡ്ത്ത് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എത്ര വിഡ്ത്ത് മാറിയെന്ന് നോക്കാം, അല്ലെങ്കിൽ ടെയിലിംഗ് എഡ്ജിൽ നിന്നുള്ള വിഡ്ത്ത് മെഷർ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ലീഡിങ് എഡ്ജ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കാം, അല്ലെങ്കിൽ സെൻറ്റർ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കാം, അല്ലെങ്കിൽ ടെയിലിംഗ് എഡ്ജ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കാം. ആ ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ അവിടെ നിന്നുള്ള വിഡ്ത്താണ് നോക്കുന്നത്. അതിനനുസരിച്ച് 3 ടൈപ്പ് ഉണ്ട്, ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇതിൻ്റെ മോഡുലേഷൻ നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോഡുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററാണ്. നമുക്കറിയാം മൾട്ടി വൈബ്രേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് സിഗ്നൽ ജനറേഷനാണ്. അതായത് അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, മൾട്ടി വൈബ്രേറ്റർ എല്ലാം നമുക്ക് പൾസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാബിൽ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ പൊസിഷൻ മാറ്റാനായിട്ട്, പൾസിൻ്റെ വിഡ്ത്ത് മാറ്റാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററാണ്. അതിൻ്റെ കൺട്രോൾ വോൾട്ടേജിലേക്ക് നമ്മൾ ഈ ഇൻപുട്ട് കൊടുക്കുന്നു. കൺട്രോൾ വോൾട്ടേജ്, മൾട്ടി വൈബ്രേറ്ററിൻ്റെ കൺട്രോൾ വോൾട്ടേജിലേക്ക് നമ്മുടെ അനലോഗ് സിഗ്നൽ എന്ന ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്, അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് കൺട്രോൾ വോൾട്ടേജ് മാറും അല്ലേ. നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് അനലോഗ് സിഗ്നലാണ്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് കൺട്രോൾ വോൾട്ടേജ് മാറും. അപ്പോൾ കൺട്രോൾ വോൾട്ടേജ് മാറുന്നതിനനുസരിച്ച് മൾട്ടി വൈബ്രേറ്റ് ജനറേറ്റ് ചെയ്യുന്ന പൾസിൻ്റെ വിഡ്ത്തും മാറും. അങ്ങനെയാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്. ഡീമോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യാണ്, ഒരു ഡീറ്റെയിൽഡ് സർക്യൂട്ട് യൂസ് ചെയ്യാണ്. അതിലാദ്യം നമുക്കൊരു ഷ്മിത്ത് ട്രിഗർ ഉണ്ട്. ഷ്മിത്ത് ട്രിഗർ അതെന്ത് ചെയ്യും, നോയ്സിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയും. ഷ്മിത്ത് ട്രിഗർ എന്ത് ചെയ്യും, നോയ്സിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. എന്നിട്ട് അപ്പോൾ നമുക്ക് എഗെയിൻ നമുക്ക് ഒരു നോയ്സ് ഇല്ലാതെ നമുക്ക് പൾസസ് കിട്ടി. ആ പൾസിൻ്റെ ഷേപ്പ് വെച്ചാൽ നമുക്ക് അനലോഗ് സിഗ്നൽ ചെയ്യാൻ പറ്റില്ല. പൾസിൻ്റെ ഷേപ്പ് എന്താ, ഫ്ലാറ്റാണ്, ആ ടോപ്പ് ഫ്ലാറ്റാണ്. അപ്പോൾ നമുക്കതിനെ റാമ്പ് ആക്കണം. അപ്പോൾ അതിനൊരു റാമ്പ് ജനറേറ്ററിലേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് റാമ്പ് ഷേപ്പിലുള്ള പൾസസ് കിട്ടാണ്. ഇനിയോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒറിജിനൽ പൾസ് ഉണ്ടല്ലോ, നമ്മൾ കാരിയർ പൾസ്, ആ കാരിയർ പൾസിന് ഒന്നും കൂടി കൊടുക്കണം സിങ്ക്രണൈസ് ചെയ്യാനായിട്ട്. നമ്മൾ കിട്ടിയ വിഡ്ത്ത് മാറിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടിയത് മോഡുലേറ്റഡ് പൾസസ് ആണ്. മോഡുലേറ്റഡ് പൾസസിൻ്റെ വിഡ്ത്ത് ഡിഫറെൻ്റ് ആണ്, ഓരോ പൾസിൻ്റെയും വിഡ്ത്ത് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ സിങ്ക്രണൈസേഷന് വേണ്ടി നമ്മൾ ഏത് കാരിയർ പൾസാണ് യൂസ് ചെയ്തത്, ആ കാരിയർ പൾസ് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ഈ റാമ്പായിട്ട് ജനറേറ്റ് ചെയ്ത സാധനവും നമ്മൾ കൊണ്ടുവന്ന സിങ്ക്രണൈസേഷൻ പൾസും കൂടി ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം ലെവൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, റാമ്പൊക്കെ ഒരു സ്ഥലത്തും പൾസിന് താഴേക്കുമായിട്ട് നമ്മൾ ലെവൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ലെവൽ ഷിഫ്റ്റ് ചെയ്തിട്ട് റെക്ടിഫയറിലേക്ക് പോകുന്നു. റെക്ടിഫയർ എന്താ ചെയ്യുക, DC പാർട്ടിനെ റിമൂവ് ചെയ്യും, എന്ന് വെച്ചാൽ ഈ പൾസസിനെ റിമൂവ് ചെയ്യും. അതിനുശേഷം അതിന് ലോ പാസ് ഫിൽറ്ററിലേക്ക് വരും. നമുക്ക് അതിൻ്റെ ആ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇല്ല, സോ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമുക്കത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ. ഈ പറഞ്ഞ മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഫോട്ടോ, ഈ പറഞ്ഞ മോഡുലേഷൻ ഡീമോഡുലേഷൻ്റെ ഫോട്ടോ, ഡയഗ്രാമിൻ്റെ ഫോട്ടോ മാത്രം ഫോട്ടോ എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, സോ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്, പൾസ് പൊസിഷൻ മോഡുലേഷൻ. അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞില്ല. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ അഗെയിൻ നോയ്സ് ഇമ്മ്യൂണിറ്റി, പോലെ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലൊരു സിങ്ക്രണൈസേഷൻ വേണ്ട. എന്താ ചെയ്യേണ്ടത്, റിസീവറിൽ എന്താണ് പൾസ് എന്ന്, അതായത് നമ്മളുടെ കാരിയർ പൾസിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി എന്താണെന്ന്, ഒറിജിനൽ വിഡ്ത്ത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാരിയർ പൾസ് ജനറേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലൊരു സിങ്ക്രണൈസേഷൻ ആവശ്യമില്ല.
ഡ്രോബാക്ക് അഗൈൻ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് ഹൈ ആണ്. പിന്നെ ഓക്കെ, അത് അത്ര അറിഞ്ഞാൽ മതി. ഇനി പൾസ് പൊസിഷൻ മോഡുലേഷനിൽ നമ്മൾ പറഞ്ഞു പൾസിൻ്റെ പൊസിഷനാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ പൊസിഷൻ വേരി ചെയ്യുന്നത് കൊണ്ട് റിസീവറിൽ നമ്മൾ പൾസ് റിസീവറിൽ ഓക്കെ ഈ ഫ്രീക്വൻസി ഉള്ള പൾസാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഫ്രീക്വൻസി റിസീവ് ചെയ്യുന്ന മോഡുലേറ്റഡ് പൾസിലും നമ്മൾ വിഡ്ത്ത് മാറുന്നില്ല, ആകെ മാറുന്നത് പൊസിഷനാണ്. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പൾസിലും ഒരു പക്ഷേ സെയിം വിഡ്ത്താണ്. അപ്പോൾ പൊസിഷൻ ഏതായിരുന്നു ഒറിജിനൽ പൊസിഷൻ, ഏതാണ് നമ്മുടെ റെഫറൻസ് പൊസിഷൻ എന്ന് അറിഞ്ഞാലാണ് നമുക്ക് എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് കണ്ടിട്ട് അതിൽ നിന്ന് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലൊരു സിങ്ക്രണൈസേഷൻ പൾസ് പൊസിഷൻ മോഡുലേഷനിൽ ആവശ്യമാണ്. ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് വളരെ ഹൈയുമാണ്. അത് രണ്ടും അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് എന്താ? ഹൈ നോയ്സ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ പൾസ് പൊസിഷൻ മോഡുലേഷൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ചെയ്തൊരു വേവിനെ കിട്ടണം. അതിന് ഡിഫറൻഷ്യേറ്ററിലൂടെ പോയി മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൽ പോയാൽ പൾസ് പൊസിഷൻ മോഡുലേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൾസ് പൊസിഷൻ മോഡുലേഷൻ പറയുന്നത്. ഇനി അതിൻ്റെ കമ്പാരിസണിലേക്ക് പോകാം. കമ്പാരിസണിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഈ വേവ് ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് മൂന്നിലും ഹൈ ആണ്. നോയ്സ് ഇമ്മ്യൂണിറ്റി വിഡ്ത്തിനും പൾസ് വിഡ്ത്ത് മോഡുലേഷനും പൾസ് പൊസിഷൻ മോഡുലേഷനും ഹൈ ആണ്. അതേസമയം പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നോയ്സ് ഇൻ്റർഫറൻസ് ഒത്തിരി ഉണ്ടാകും. പിന്നെ സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ എന്തിനാവശ്യമാണ്? പൾസ് പൊസിഷൻ മോഡുലേഷനിൽ ആവശ്യമാണ്. മറ്റേത് രണ്ടിലും ആ സിങ്ക്രണൈസേഷൻ ആവശ്യമില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ കമ്പാരിസണിൽ നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മൾ മൾട്ടിപ്ലക്സിങ് എന്താണെന്ന് പറയണം. നമുക്കറിയാം മൾട്ടിപ്ലക്സിങ് എന്താണെന്ന്. മൾട്ടിപ്പിൾ ഇൻപുട്ട് നമ്മളൊരു ചാനലിലേക്ക് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്ലക്സിങ് എന്ന് പറയുന്നത്. സിംഗിൾ ഔട്ട്പുട്ട് ചാനലിലേക്ക് മൾട്ടിപ്പിൾ ഇൻപുട്ടിനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിനാണ് മൾട്ടിപ്ലക്സിങ് എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഉണ്ട്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഉണ്ട്. ഈ രണ്ട് പോർഷൻസ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിന് നോക്കിയാൽ അറിയാം എന്താണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, എന്താണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന്. ഇത്രയും കാര്യങ്ങളാണ് മൾട്ടിപ്ലക്സിങ്ങിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അതിലൊരു കുറച്ചൊരു പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങിനേക്കാളും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, കുറച്ച് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ സിങ്ക്രണൈസേഷൻ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം നോയ്സ് ഇമ്മ്യൂണിറ്റിയാണ്, നല്ലൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം നോൺ ലീനിയറിറ്റി റിക്വയർമെൻറ്റും കൂടുതലാണ്. ഈ 3 പോയിൻ്റ് കാരണം ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ് നമ്മൾ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പാർട്ട് 1 പോസ്റ്റിൽ നിൽക്കുന്നത്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പൾസ് കോഡ് മോഡുലേഷനാണ്. അതിൽ നമുക്ക് സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.